നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അച്ഛന്റെ പാത പിന്തുടർന്ന് ചേട്ടന് പിന്നാലെ വിസ്മയ മോഹൻലാലും അഭിനയ ലോകത്തേക്ക് വരികയാണ്. യാത്രകളും എഴുത്തും മാർഷൽ ആർട്സും ഒക്കെയായി പോകുന്ന വിസ്മയ അഭിനയത്തിലേക്ക് വരുമെന്നാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയും അരങ്ങേറ്റം കുറിക്കുന്നത്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. വിസ്മയയുടെ നല്ല ഒരു തുടക്കമാവട്ടെ എന്നാണ് ആരാധകരുടെയും ആശംസ. ഇപ്പോഴിതാ 2025 തന്റെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളുടെ ചിത്രങ്ങൾ കോർത്തിണക്കിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങളും യാത്രാ ചിത്രങ്ങളുമാണ് വിസ്മയ ഷെയർ ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ, സുചിത്ര മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം. വളർത്തുനായയെ കെട്ടിപ്പിടിച്ചിറങ്ങുന്ന പ്രണവിന്റെ ചിത്രമാണ് അതിലേറ്റവും ആകർഷണം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും അഭിനയിക്കുന്നുണ്ട്. മകൾ പറഞ്ഞ ആഗ്രഹത്തിനൊപ്പം നിന്നതിനെക്കുറിച്ച് മോഹൻലാലും സുചിത്രയും വളരെ അഭിമാനത്തോടുകൂടിയാണ് മുൻപ് സംസാരിച്ചിരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അവരെ അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം സമ്മതിച്ചവരാണ് ഞാനും സുജിയും. ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പുവും മായയും സിനിമയിലേക്ക് വരണമെന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ സിനിമയിൽ കൊണ്ടുവരുന്നതിന് എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. മക്കൾക്ക് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നൽകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. മായ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അഭിനയത്തിലേക്ക് വരുമെന്ന് കരുതിയിരുന്നില്ല. എല്ലാം ഒരു ഡെസ്റ്റിനി ആയിരിക്കാം. ഞാനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിസ്മയങ്ങളാണ്. ഞാൻ എൻ്റെ മകൾക്ക് പേരിട്ടതും വിസ്മയ എന്നാണ്. കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ഒരു കമ്പനിയുണ്ട്, പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ആന്റണി പെരുമ്പാവൂരുണ്ട്. അതിനൊപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ കുട്ടി അഭിനയിക്കാൻ പോവുകയാണ്. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. സിനിമയിൽ അഭിനയിക്കുക അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതിൻ്റെ ഭാഗ്യം കൂടെ വേണം. ഭാഗ്യം എന്നത് നമുക്കൊപ്പം ഉള്ളവരും സപ്പോർട്ടീവായ നല്ല ആൾക്കാരായിരിക്കണം. വലിയൊരു സംഘത്തിനൊപ്പം സഞ്ചരിച്ചാണ് ഞാൻ മുന്നോട്ട് വന്നത്. അല്ലാതെ നമുക്കൊറ്റയ്ക്ക് ഒന്നും നേടാൻ കഴിയില്ല. അതുപോലൊരു ചുറ്റുപാട് വിസ്മയയ്ക്കും ഉണ്ടാകട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിസ്മയ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. സിനിമയോടും എഴുത്തിനോടുമുള്ള താല്പര്യം ചെറുപ്പം മുതലേ വിസ്മയയ്ക്കുണ്ടായിരുന്നു. സംവിധാനത്തിൽ താല്പര്യമുള്ള വിസ്മയ ഗ്രഹണം എന്നൊരു ഹ്രസ്വചിത്രത്തിൽ സംവിധാന സഹായിയായിരുന്നു. ഈ ചിത്രം ഏറെ നിർമുഖ പ്രശംസ നേടി. വിസ്മയ മോഹൻലാൽ 2021 ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയിരുന്നു. ഇത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. പിന്നീട് നക്ഷത്ര തൂളികകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. എഴുത്തിനും സംവിധാനത്തിനും പുറമെ ചിത്രകലയിലും വിസ്മയയ്ക്ക് താല്പര്യമുണ്ട്. വിസ്മയ വരച്ച ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ തായ് ആയോധന കലയിലും വിസ്മയയ്ക്കേറെ താല്പര്യമുണ്ട്. തായ് ആയോധന കല അഭ്യസിക്കുന്നതിന്റെ വീഡിയോകൾ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങി നിരവധി പേർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ഒരുക്കുന്ന ചിത്രം കൂടിയാണിത്. ആക്ഷൻ എന്റർടൈനർ ആകും ചിത്രം. ഇവരുടെ 37ാമത്തെ ചിത്രമാണിത്. ആന്റണിയുടെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജെയ്ക്സ് ബിജോയാണ് സംഗീതം. ജോമോൻ ടി ജോണാണ് ഛായാഗ്രഹണം. ചമൻ ചാക്കോ ആണ് എഡിറ്റർ. മോയിത്തായി ഉൾപ്പെടെയുള്ള ആയോധന കലകളിൽ പരിശീലനം നേടിയ ആളാണ് വിസ്മയ. ഈ പശ്ചാത്തലം കണക്കിലെടുത്താണ് ആയോധന മുറകൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ വിസ്മയയെ ജൂഡ് ആന്റണി നായികയാക്കാൻ തീരുമാനിച്ചതെന്നാണ് സൂചന. എഴുത്തിലും ചിത്രരചനയിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വിസ്മയയുടെ അഭിനയ രംഗത്തേക്കുള്ള പുതിയ തുടക്കത്തിനായി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഞാനും സിനിമയിൽ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ നടനാക്കിയതും 48 വർഷങ്ങൾ നിലനിർത്തിയത് എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിസ്മയമാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ മകൾക്കിട്ട പേര് പോലും വിസ്മയ മോഹൻലാൽ എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ വിസ്മയ പഠിച്ചിട്ടുണ്ട്. മകൾ സിനിമയിൽ അഭിനയിക്കണമെന്നത് ഒരു ആഗ്രഹം പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കുക എന്നത് അത്ര അനായാസമായ ഒരു കാര്യമല്ല. എന്നാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. നിർമ്മാണ കമ്പനിയും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുമുണ്ട്. ഒത്തിണക്കിയ ഒരു കഥ കിട്ടിയപ്പോൾ വിസ്മയ അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു.
സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ്. സിനിമയിൽ അഭിനയിക്കാനും നിലനിൽക്കാനും കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവണം. എനിക്ക് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി എനിക്കൊപ്പം എപ്പോഴും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ വീഴ്ചയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് ആളുകൾ. തനിച്ചൊന്നും നേടാൻ കഴിയില്ല. ഒരു സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കെല്ലാം സാധ്യമാവുക. എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്ക് നല്ല അവസരങ്ങളും കഥകളും കിട്ടിയാൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കൂ എന്നും മോഹൻലാൽ വ്യക്തമാക്കി. മകൾ വിസ്മയയ്ക്കും മകൻ പ്രണവിനും അത്തരത്തിൽ സിനിമയിൽ നല്ല അനുഭവങ്ങളും സഹപ്രവർത്തകരും ഉണ്ടാകട്ടെ എന്ന് മോഹൻലാൽ ആശംസിച്ചിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വിസ്മയ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. തുടക്കം ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുന്ന വിസ്മയ 22 കിലോ ഭാരം കുറച്ചുകൊണ്ടും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫിറ്റ്കോ തായ്ലാന്റിൽ നിന്നും പരിശീലനം നേടിയ വിസ്മയ തന്റെ ഫിറ്റ്നസ് യാത്ര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ജീവിതം മാറ്റിമറിച്ച അനുഭവം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വിസ്മയ തന്റെ വെയ്റ്റ് ലോസ് ജേർണി രേഖപ്പെടുത്തിയത്. ഒന്ന് പടി കയറിയാൽ വരെ ശ്വാസം മുട്ടുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നും മോയിത്തായി തന്റെ സ്വപ്നത്തിന് എത്രത്തോളം വെളിച്ചം നൽകിയെന്നാണ് വിസ്മയ പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.